കുറേ അധികം നേരം സംസാരിക്കുന്ന അധ്യാപകർക്കും ഒച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശബ്ദത്തിനൊരു ഒച്ചയടപ്പുണ്ടാവാറുണ്ട്. ഒരു കരകരപ്പ് ശബ്ദത്തിനുണ്ടാവുക, കുറേ നേരം സംസാരിക്കുമ്പോൾ സംസാരത്തിന് ക്ഷീണം അനുഭവപ്പെടുക, തൊണ്ടയിൽ ഒരു വേദനയും അസ്വസ്ഥതയും ഒക്കെ തോന്നുക. ഇത് പ്രധാനമായും വോക്കൽ നോഡ്യൂൾ എന്നൊരു പ്രശ്നം മൂലമാണ് ഉണ്ടാവുന്നത്. എന്താണ് വോക്കൽ നോഡ്യൂൾ? എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു? ഇതെങ്ങനെയൊക്കെ പരിഹരിക്കാം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഒരാളുടെ ശബ്ദം അവർക്ക് മാത്രം യുണീക്ക് ആയിട്ടുള്ളതാണ്. ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ, അതല്ലെങ്കിൽ അയാളുടെ കയ്യൊപ്പ് പോലെ, അതല്ലെങ്കിൽ വിരലടയാളം പോലെ വളരെ യുണീക്ക് ആയിട്ടുള്ളതാണ് ഓരോരുത്തരുടെയും ശബ്ദം. അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായാൽ പോലും മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ശബ്ദത്തിനുണ്ടാകുന്ന ഈ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ സംസാരിക്കാനും ശബ്ദമുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന അവയവത്തിന് ലാരിങ്സ് അഥവാ സ്വനപേടകം എന്ന് പറയുന്നു. ഈ ലാരിങ്സ് തൊണ്ടയുടെ താഴ്ഭാഗത്തായിട്ട് തൈറോയ്ഡ് കാർട്ടിലേജിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. തൈറോയ്ഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന ആഡംസ് ആപ്പിളിന്റെ പിന്നിലായിട്ട് വളരെ സുരക്ഷിതമായിട്ട് ഈ സ്വനപേടകമുണ്ട്. ഈ സ്വനപേടകത്തിന്റെ ഉള്ളിൽ പേളിന്റെ കളറിലായിട്ടുള്ള 2 വോക്കൽ ഫോൾസ്. ഈ വോക്കൽ ഫോൾസ് ആണ് പ്രധാനമായും ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത്. നമ്മൾ മൂക്കിലൂടെ വായു ഉള്ളിലേക്ക് ശ്വസിച്ചെടുത്ത് തൊണ്ടയിലൂടെ വോക്കൽ ഫോൾഡിന്റെ ഉള്ളിലൂടെയാണ് ഇത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ശ്വാസകോശത്തിൽ നിന്ന് ഈ എയർ മുകളിലേക്ക് ഫോഴ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ തള്ളപ്പെടുമ്പോൾ നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ പഫ്സ് ആയിട്ട് വരുന്നത് പോലെ ഈ എയർ വോക്കൽ ഫോൾഡിനെ തുറക്കുകയും അതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. 1 സെക്കൻഡിൽ ഒരുപാട് പ്രാവശ്യം ഈ വോക്കൽ ഫോൾഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശരിയായിട്ട് സംസാരിക്കാനും ശബ്ദമുണ്ടാക്കാനും ഒക്കെ പറ്റുന്നത്. എന്നാൽ ഈ വോക്കൽ ഫോൾഡിനെ അമിതമായിട്ടുള്ള രീതിയിൽ പണിയെടുപ്പിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നമുണ്ടാവുക? അപ്പോഴാണ് ഈ ഒച്ചയടപ്പും കരകരപ്പും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വോക്കൽ ഫോൾഡിന് അതിന് താങ്ങാവുന്നതിലധികം ലോഡ് കൊടുക്കുമ്പോൾ ഈ വോക്കൽ ഫോൾഡിന് എവിടെയാണോ ഈ കൂടുതൽ ലോഡ് വരുന്നത് അവിടെ ചെറിയ തടിപ്പുകൾ ഉണ്ടാവുകയും അതൊരു തഴമ്പായി മാറുകയും ചെയ്യുന്നു. ഇതിനെ വോക്കൽ നോഡ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ വോക്കൽ നോഡ്യൂള് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ശബ്ദം അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലാണ്. പ്രധാനമായും ടീച്ചേഴ്സ്, അധ്യാപകർ ഒരുപാട് നേരം സ്കൂളിൽ ക്ലാസ് എടുക്കുന്നു. ഒരു 5-6 മണിക്കൂർ നിർത്താതെ ക്ലാസ്സുകൾക്ക് പോകേണ്ടി വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇതുകൂടാതെ ഇവർ ഈ ബ്രേക്ക് ടൈമിലും മറ്റുള്ളവരോട് സംസാരിക്കും. വീട്ടിലെത്തിയാൽ കുട്ടികളോട് സംസാരിക്കണം. ചിലപ്പോഴൊക്കെ വീണ്ടും ഓൺലൈൻ ക്ലാസ്സസ് എടുക്കേണ്ടി വന്നേക്കാം. ചിലരൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നിർത്താതെയുള്ള സംസാരമാണ് ഈ വോക്കൽ നോഡ്യൂള് ഈ വിഭാഗം ആൾക്കാരിൽ ഉണ്ടാവാനുള്ള കാരണം. അതുപോലെ തന്നെ പ്രാസംഗികര്, ടെലികോളിംഗ് ജോബ് ചെയ്യുന്നവര്, വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന വാശിക്കാരായ മക്കള്, വളരെ ഉച്ചത്തിൽ സാധനം വിൽക്കാൻ പോകുന്നവര്, ഇവർക്കൊക്കെ ഈ വോക്കൽ നോഡ്യൂളിനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ചെറിയ ചുമയോ തൊണ്ടവേദനയോ ജലദോഷവും ഒക്കെ വരുന്ന ഫ്ലൂവിനോട് കൂടി ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാവാം. ഇത് ഒരു അണുബാധയുടെ ഭാഗമായിട്ടുണ്ടാവുന്നു. സാധാരണ ഇതൊരു ഒരാഴ്ച, ഏറി വന്നാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ശബ്ദം ശരിയാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ശബ്ദ വ്യത്യാസങ്ങൾ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നിലനിന്ന് കഴിഞ്ഞാൽ ഇതിനെ ശബ്ദത്തിലുള്ള വ്യത്യാസം അഥവാ ഹോസ്നെസ് എന്ന് പറയാം. ഈ ഹോസ്നെസ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം ഈ ഹോസ്നെസ് അഥവാ ശബ്ദ വ്യത്യാസമാണ്. പിന്നെയുള്ളത് സംസാരിക്കുമ്പോൾ തൊണ്ടയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക, തൊണ്ടയിൽ എന്തോ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നുക. പാട്ടുകാരൊക്കെ ആണെങ്കിൽ വളരെ ഉച്ചത്തിലുള്ള പിച്ചിൽ സാധാരണ പോലെ പാടാൻ കഴിയുന്നില്ല. മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസാരവും പാട്ടുമൊക്കെ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വോക്കൽ നോഡ്യൂളിന്റെ രോഗലക്ഷണങ്ങൾ. വോക്കൽ നോഡ്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ സംസാരത്തിലുള്ള ഒച്ചയടപ്പ് അല്ലെങ്കിൽ കരകരപ്പ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് നമുക്കൊരു വോയിസ് റെസ്റ്റ് എടുത്ത് നോക്കാം. കുറച്ചധിക നേരം സംസാരിക്കുന്നതിന് പകരം ഇടവേളകളിട്ട് ഫോൺ കോളുകളൊക്കെ ഒന്ന് കുറച്ച് ഒരാഴ്ച നമുക്ക് തന്നെ ഒന്ന് സാവധാനം വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരാഴ്ച ധാരാളം വെള്ളം കുടിച്ച് തൊണ്ട ഡ്രൈ ആവാതെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പുകവലി ശീലമുള്ളവരിൽ, മദ്യപാനം, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവര്,
വയറ്റിൽ നിന്ന് ആസിഡ് റിഫ്ലക്സ് തികട്ടി വരുന്ന അസിഡിറ്റിയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ വോക്കൽ നോഡ്യൂൾസിനും വോക്കൽ ഫോൾഡിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാലയളവിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങളും എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശബ്ദത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കാണുക. ENT ഡോക്ടറെ അടുത്ത് ചെന്നാൽ വളരെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർ എടുക്കും. ഇതിൽ പരിശോധനയോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹിസ്റ്ററി. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ എത്ര നേരം സംസാരിക്കുന്നു, ഏത് ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ഒച്ച എടുത്ത് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, കുറേ നേരം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ വളരെ ശബ്ദമുള്ള എൻവയോൺമെന്റിലാണ് സ്കൂളെങ്കിൽ, പ്രത്യേകിച്ചും ടൗണിൽ എപ്പോഴും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിലാണ് സ്കൂളെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം ടീച്ചേഴ്സിന് ഒച്ച എടുത്ത് സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ എണ്ണവും. ഒരു 40-45 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ ടീച്ചേഴ്സ് തനിയെ തന്നെ അവരുടെ ശബ്ദം റേസ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവലോകനം ചെയ്യുക. ഉച്ചത്തിൽ വാശിയെടുത്ത് കരയുന്ന കുട്ടികളാണെങ്കിൽ അത് സ്കൂളിൽ വെച്ചാണോ വീട്ടിൽ നിന്നാണോ ഇവരിങ്ങനെ ചെയ്യുന്നത്, കളിക്കുമ്പോഴൊക്കെ ഇത്തരം ഉച്ചത്തിലുള്ള ശബ്ദപ്രകടനം ഇവർ കാണിക്കുന്നുണ്ടോ തുടങ്ങി പല കാര്യങ്ങളും മനസ്സിലാക്കണം. സ്ത്രീകളാണെങ്കിൽ ആർത്തവ സമയത്ത് ആദ്യത്തെ 2-3 ദിവസവും അതിന് മുൻപുള്ള 1-2 ദിവസവും ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ശബ്ദ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, പിന്നെ ആസിഡ് റിഫ്ലക്സിന്റെ പ്രശ്നം, ഇവയൊക്കെ ഉണ്ടോ എന്നും വ്യക്തമായിട്ടുള്ളൊരു ഹിസ്റ്ററി തന്നെ എടുക്കണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ വോക്കൽ ഫോൾഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. ഈ വോക്കൽ ഫോൾഡിനുള്ളിലെ മാറ്റങ്ങൾ അറിയാൻ, അതിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വീഡിയോ ലെരിങ്കോസ്കോപ്പി എന്ന എൻഡോസ്കോപ്പി പരിശോധനയാണ് സാധാരണ ചെയ്യാറ്. വായിൽ തരിപ്പിക്കാനായിട്ട് ഒരു സ്പ്രേ അടിച്ച ശേഷം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എൻഡോസ്കോപ്പിയാണിത്. രാവിലെ വെറും വയറ്റിലൊന്നും ഇതിന് പോകേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഇത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വോക്കൽ ഫോൾഡ് കാണാനായിട്ടുള്ള വീഡിയോ ലെരിങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ നോഡ്യൂൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അപ്പോൾ വോക്കൽ നോഡ്യൂൾ വളരെ വലുതാണെങ്കിൽ ഈ വോക്കൽ ഫോൾഡിനെ വൈബ്രേഷനെ അത് ബാധിക്കുകയും വോക്കൽ ഫോൾഡിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇതോടൊപ്പം തന്നെ അസിഡിറ്റിയുടെ ചേഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രോബോസ്കോപ്പി എന്ന ടെസ്റ്റും ഈ ശബ്ദ വ്യത്യാസത്തിന് നമ്മൾ ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റാണ്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തു കൃത്യമായിട്ടുള്ള വോയിസ് അസസ്മെന്റ് നടത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു വ്യക്തിയുടെ വോയിസിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, എന്താണ് അതിൻ്റെ വോയിസ് ക്വാളിറ്റി, എത്ര നേരമാണ് അവർക്ക് ശ്വാസം എടുത്തുകൊണ്ട് ആ എന്ന് പറയാൻ പറ്റുന്നത്, അതിനെ മാക്സിമം ഫോണേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം വോയിസ് അസസ്മെന്റുകൾ ചെയ്യുന്നതും വോക്കൽ നോഡ്യൂളിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദ വ്യത്യാസം ഉണ്ടാക്കുന്ന വോക്കൽ നോഡ്യൂളിൻ്റെ കാരണങ്ങളെ പറ്റിയും അതിൻ്റെ അവലോകനത്തെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ശബ്ദ വ്യത്യാസം ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, വോക്കൽ നോഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അത് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.